ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ പിറന്നാളാണ്. അപ്പം ആദ്യമേ തന്നെ വിഷ് ചെയ്യാണ്. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. ഒരു 100 വർഷം ആയുസ്സോടെയും ആരോഗ്യത്തോടെയും നിൽക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് തുടങ്ങാം കേട്ടോ. മമ്മൂട്ടിയുടെ പിറന്നാളായതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ മമ്മൂട്ടിയെ കണ്ട ഒരു നിമിഷത്തെ സംബന്ധിച്ച് നിങ്ങളടുത്ത് സംസാരിക്കാമെന്ന് കരുതി. മമ്മൂട്ടിയെ കാണണമെന്നുള്ള എനിക്ക് ആഗ്രഹം വരാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ കണ്ണൻ്റെ ഫോട്ടോ ആദ്യം സുരേഷ് ഗോപിക്കാണ് കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം മോഹൻലാലിന് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ജയറാമേട്ടന് കൊടുത്തു. അപ്പോഴൊക്കെ എനിക്ക് ഫേസ്ബുക്ക്, അന്ന് ഫേസ്ബുക്കാണല്ലോ മെയിനായിട്ട്, ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനായിരുന്നു. മോഹൻലാൽ വാങ്ങി, സുരേഷ് ഗോപി വാങ്ങി, ജയറാം വാങ്ങി, എന്തുകൊണ്ട് മമ്മൂട്ടി മേടിച്ചില്ല ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ വളരെയധികം മക്കാറാക്കുകയായിരുന്നു. അപ്പം എന്നിങ്ങനെ എല്ലാവരും ഇങ്ങനെ മക്കാറാക്കുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക കേട്ടോ. പരിഹാസം എല്ലാവരുടേതും ഇങ്ങനെ കൂടിക്കൂടി വന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെന്നെ കളിയാക്കി. എന്തേ മമ്മൂട്ടി വാങ്ങാത്ത, മമ്മൂട്ടിക്ക് കൊടുക്കാത്ത എന്താന്നൊക്കെ ചോദിച്ചിട്ട് കുടുംബത്തിൽ നിന്ന് ഒരു പരിഹാസം. അപ്പം എനിക്ക് വാശിയായി, മമ്മൂട്ടിയെ ഒന്ന് നേരിൽ കാണണം. നേരിൽ കണ്ടൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവർക്കൊക്കെ ഉള്ളൂ. മോഹൻലാലിനെ കണ്ടു, സുരേഷ് ഗോപിനെ കണ്ടു. എന്തിന്, എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, അവനും കളിയാക്കി, എന്തേ മമ്മൂട്ടിൻ്റെ അടുത്ത് പോകാത്ത. മമ്മൂട്ടി ഒരു ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ട് മമ്മൂട്ടിൻ്റെ അടുത്തേക്ക് നമുക്ക് കണ്ണൻ്റെ പേരും പറഞ്ഞ് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കളിയാക്കലായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ കൊച്ചിയിൽ എൻ്റെ മക്കൾക്ക് വെക്കേഷനുള്ള സമയത്ത് കൊച്ചിയിൽ 2 ദിവസം താമസിക്കാൻ പോയി. സച്ചുവേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനുണ്ട്, അവിടെയാണ് ഞങ്ങൾ താമസിക്കാൻ പോയത്. അങ്ങനെ മനോജ് കെ ജയേട്ടന്, അപ്പോഴേക്കും മനോജ് കെ ജയേട്ടനും ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മനോജ് ചേട്ടൻ പറഞ്ഞു, അവിടെ ഒരു ഹോട്ടലിൽ അവിടെ എന്തിൻ്റെ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് റിഹേഴ്സൽ നടത്തുന്നുണ്ട്, അവിടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മെയിനായിട്ട് മമ്മൂട്ടിയെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് ഫാനായിട്ടുള്ള കാണണം എന്നുള്ള ആഗ്രഹമൊന്നുമല്ല കേട്ടോ. എന്നെ ഇങ്ങനെ ഇത്രയും ആൾക്കാർ കളിയാക്കിയപ്പം അവരുടെയൊക്കെ മുമ്പിൽ മമ്മൂട്ടിയുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യണമല്ലോ എന്നുള്ള ഒരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ അവിടെ ഹോട്ടലിലേക്ക് എത്തിയപ്പോഴേക്ക് ജസ്റ്റ് മമ്മൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് മനോജ് കെ ജയേട്ടനെ കണ്ടു, മമത മോഹൻദാസോ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആ ഫങ്ഷന് ഇവർ റിഹേഴ്സൽ നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഇരിക്കെ ഒരുപാട് ആക്ടേഴ്സിനെ ഞാൻ അവിടെ കണ്ടു എന്ന് പറയാൻ കാരണം, അവരുടെ അടുത്തും മമ്മൂട്ടി ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സെയിം കോസ്റ്റ്യൂം ഇട്ടിട്ട് നിന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പലരെയും കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പേര് പോലും അറിയാത്ത ആൾക്കാരും ഈ ചെറിയ ആർട്ടിസ്റ്റ് മുതൽ വലിയ ആൾക്കാർ വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മമ്മൂട്ടി ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു. അനു സിത്താരൻ്റെ കൂടെ ഒരു മൂവിയിൽ അഭിനയിക്കുകയാണ്. അപ്പം ഒരു പാട്ടിൻ്റെ സീനിനാണ് ഞങ്ങൾ, സച്ചുവേട്ടൻ എന്ന് വെച്ചാൽ അത്യാവശ്യം സിനിമയിൽ എല്ലാവരെയും പരിചയമുണ്ട്, അസിസ്റ്റൻറ്റ് ക്യാമറമാനാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും പരിചയമുള്ളൊരു വ്യക്തിയാണ്. അപ്പം മമ്മൂട്ടി എവിടെയാണെന്നുള്ളത് സച്ചുവേട്ടന് അറിയാൻ പറ്റി. അങ്ങനെ ഞാനും സച്ചുവേട്ടനോടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം മനു സിത്താരൻ്റെ കൂടെ ഒരു പാട്ടിൻ്റെ സോങ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ എത്തി അവിടെ ഒരുപാട് ആൾക്കാർ, എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ആൾക്കാരല്ല കേട്ടോ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ റിഹേഴ്സൽ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇവിടെ സൈഡിലിരുന്നോ എന്ന് പറഞ്ഞു. ഞാനും മക്കളും അവിടെ സൈഡിലിരുന്ന്. ഞാൻ അവിടെ വന്ന് സൈഡിലിരുന്ന സമയത്തെ
മമ്മൂട്ടി നമ്മളെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ അവിടെ തട്ടമൊക്കെ ഇട്ട് ഇരുന്നത് കൊണ്ടായിരിക്കും, മേ ബി എനിക്കറിയില്ല, അല്ലെ 2 മക്കളെയും കൊണ്ട് ഇരിക്കുന്നത് കൊണ്ടായിരിക്കും, എന്തുകൊണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ ഇരുന്നപ്പോൾ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ഈ ഷൂട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സജിയേട്ടൻ പറഞ്ഞ് ഇക്കങ്ങളെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ്. നിങ്ങളൊന്ന് നോക്കിയേ, മമ്മൂട്ടി അങ്ങനെ ചിരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ കണ്ടോ, നന്നായിട്ട് ചിരിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, മമ്മൂട്ടിക്ക് ഒരിക്കൽ ഒരാളെ കണ്ടാൽ മതി, നല്ല മെമ്മറിയാണോ അല്ലേ, നല്ല ഓർമ്മയുണ്ടാവുന്നതാണ്. ഞാനത് കണക്കാക്കിയിട്ടില്ല കേട്ടോ. കാരണം നമ്മളെപ്പോലെയുള്ള ഒരാളെയൊക്കെ മമ്മൂട്ടി ഓർത്തിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കേസൊന്നുമല്ല. അങ്ങനെ അന്ന് ഞാൻ ഫോട്ടോ എടുത്തു. അന്ന് ഞാൻ അത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തു. ഇപ്പോഴും പലർക്കും അറിയില്ല ഞാൻ മമ്മൂട്ടിയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നോ അല്ലെ മമ്മൂട്ടീനെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നൊന്നും പലർക്കും അറിയില്ല. എൻ്റെ മക്കളാണ് കൂടെ നിൽക്കുന്നത്. അങ്ങനെ അന്ന് ആ ഒരാഗ്രഹം സാധിച്ചതിൻ്റെ കൂട്ടെ ആ ഒരു വാക്കാണ് പലരുടെ അടുത്ത് നിന്ന് കിട്ടിയത്. എന്തേ മമ്മൂട്ടീനെ കാണാൻ പോയില്ലേ, എന്തേ മമ്മൂട്ടിക്ക് ഫോട്ടോ കൊടുത്തില്ലേ എന്നുള്ള ചോദ്യം. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, മമ്മൂട്ടിക്ക് ഒരാളെ കണ്ടാൽ നല്ല മെമ്മറിയാന്ന് പറഞ്ഞില്ലേ, പിന്നീടും ഇതേപോലെ മമ്മൂട്ടിയുടെ കൂടെ ഒരു വേദിയിലിരിക്കാൻ, അതും എന്താ പറയുക, VIP വേദിയിലിരിക്കാനുള്ള ഒരവസരം എനിക്ക് ദൈവം തന്നു. VIP അല്ല കേട്ടോ, VVIP. അങ്ങനത്തെ ഒരു വേദിയിൽ മമ്മൂട്ടിയുടെ കൂടെ ഞാനിരുന്നു. അന്ന് ഗുരുവായൂർ PM-നെ കാണാൻ വേണ്ടിയിട്ട്, PM-ന് ഫോട്ടോ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് പോയപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ. അപ്പോൾ ആ ചടങ്ങിലേക്ക് ആദ്യം എത്തിപ്പെട്ടത് ഗോകുലം ഗോപാലേട്ടനാണ്. അപ്പോൾ ഏട്ടനെ കണ്ടപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ കയറി വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് മമ്മൂക്കായിരിക്കുന്നത്. ഏതൊരു ചാനലുകാർ എൻ്റെ ബാക്ക് ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ വെക്കാട്ടോ, എന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. ബാക്കിൽ ഞാൻ മമ്മൂട്ടിയോടും മോഹൻലാലിനോടൊക്കെ സംസാരിക്കുന്നതിൻ്റെ ബാക്ക് വശമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതോടെ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം. വിശ്വാസം അതല്ലേ എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ ഗൈസ്, നിങ്ങൾക്ക് കേൾക്കണം. ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ലാലേട്ടാ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. ഞാൻ പറഞ്ഞ കൃഷ്ണനെ വരയ്ക്കുന്ന നിങ്ങൾക്കന്ന് ഗിഫ്റ്റ്, ഓഹോ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വൈഫിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ മമ്മൂക്കാൻ്റെ അടുത്തേക്ക് പോയി. മമ്മൂക്ക എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം ഇതേപോലെ പെട്ടെന്ന് നമ്മൾ അറിയുമോ എന്ന് ചോദിച്ചാൽ എന്നെ ആർക്കും അറിയില്ല കേട്ടോ. ഈശ്വരൻ അറിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പെട്ടെന്ന് ആരോടെങ്കിലും എന്നെ അറിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് വേഗം മനസ്സിലാവുന്നുണ്ട്. അല്ലാത്ത പക്ഷെ എന്നെ ആർക്കും അറിയില്ല. ഞാൻ നോർമലി ഒരു സ്ഥലത്ത് പോയിന്ന ഒരാളും എന്നെ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ കൃഷ്ണനെയൊക്കെ വരയ്ക്കുന്നേ, അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ഒരു വാക്ക് ഓർത്തത്. മമ്മൂക്കാക്ക് ആരെ കണ്ടാലും ഭയങ്കര മെമ്മറി പവറാണല്ലേ. ഞാൻ കണ്ണ് വെക്കുന്നല്ല കേട്ടോ ഗൈസ്. ആ ഒരു വാക്ക്, അന്നത്തെ സുച്ചേട്ടൻ്റെ വാക്ക് എത്രമേൽ ഇതാന്നുള്ളത് ഞാനത് പറയേ എന്നോട് പറഞ്ഞു. അന്ന് നമ്മൾ കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ നേരം എനിക്ക് സംസാരിക്കാൻ പറ്റി. അവിടെയുള്ള എല്ലാവർക്കും എന്നെ ഞാൻ പേര് പറയാതെ മനസ്സിലായ 2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഗോകുലം ഗോപാലേട്ടൻ്റെത് പോയി കേട്ടോ. ഒന്ന് ജയറാമേട്ടന് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. പാർവതി ചേച്ചിനോട് പറഞ്ഞു ഈ കൊച്ചിനെ അറിയുമോ എന്ന് ചോദിച്ചിട്ട്. അതേപോലെ ദിലീപേട്ടാന്ന് വിളിച്ചപ്പോഴൊക്കെ എന്ന് പറഞ്ഞ് എന്നെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 2 പേർക്കുമാണ് എന്നെ ഞാനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാതെ പറയാതെ മനസ്സിലായ ആൾക്കാർ. ഏതായാലും മമ്മൂക്കാൻ്റെ ജന്മദിനത്തിൽ മമ്മൂക്കാൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുടെ അടുത്തേക്കും കൂടി പങ്കുവെക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഏതായാലും ഒരിക്കൽ കൂടിയും മമ്മൂക്കാക്ക് 1000 ജന്മദിനാശംസകൾ നേരുകയാണ്. എന്താ പറയുക, വളരെ സന്തോഷം. വീണ്ടും ഒരിക്കൽ കൂടി കാണണമെന്ന് എനിക്കുണ്ട്. 2 തവണ കാണാൻ പറ്റി, ഇനി ഒരിക്കൽ കൂടി കാണാൻ പറ്റുമായിരിക്കും.
എവിടെയെങ്കിലും വെച്ചിട്ട്. ഏതായാലും ഇതാണ് മമ്മൂക്കാൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, ബൈ പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ജസ്ന സലീം.